സൂര്യപ്രകാശത്താൽ തിളങ്ങി നിന്ന യുഎഇയുടെ ആകാശം പെട്ടെന്ന് ചാരനിറമാകാൻ പോവുകയാണോ? വരും ദിവസങ്ങളിൽ പ്രവാസികളെയും സ്വദേശികളെയും ഒരുപോലെ കാത്തിരിക്കുന്ന അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റങ്ങളാണ്. ഏപ്രിൽ 6-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന മഴയും കാഴ്ചമറയ്ക്കുന്ന ശക്തമായ മൂടൽമഞ്ഞും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുമെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ. തീരദേശ മേഖലകളിലും വടക്കൻ എമിറേറ്റുകളിലും താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. പ്രകൃതിയുടെ മാറ്റം യാത്രാ തടസ്സങ്ങൾക്കും മറ്റു ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. യുഎഇയുടെ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. യുഎഇയിൽ വരും ദിവസങ്ങളിൽ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി നൽകുന്ന മുന്നറിയിപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏപ്രിൽ 6-ാം തീയതി വരെ മഴയ്ക്കും ശക്തമായ മൂടൽമഞ്ഞിനുമൊക്കെ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. യുഎഇയിൽ താമസിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള താമസക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ പറയുന്നുണ്ട്. രാജ്യത്തിന്റെ തീരദേശ, വടക്കൻ, കിഴക്കൻ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മുൻകരുതലുകൾ എടുക്കണം. ഏപ്രിൽ 6 വരെ കാലാവസ്ഥ അസ്ഥിരമായിരിക്കും. കൂടാതെ യുഎഇയുടെ ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. യുഎഇയുടെ തീരദേശ മേഖലകളിൽ വടക്കൻ, കിഴക്കൻ പ്രദേശങ്ങളിലും ഇടവിട്ടുള്ള നേരിയ മഴയ്ക്കുമൊക്കെ സാധ്യത പറയുന്നുണ്ട്. നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജിയുടെ റിപ്പോർട്ട് പ്രകാരം വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പുലർച്ചെയും രാത്രി വൈകിയും ഉൾപ്രദേശങ്ങളിൽ അന്തരീക്ഷ ഈർപ്പം കൂടാനാണ് സാധ്യത. അതുകൊണ്ട് രാത്രി പുറത്തിറങ്ങുന്നവർ ജാഗ്രത കാണിക്കണം. അന്തരീക്ഷ ഈർപ്പം കൂടുന്നത് കൊണ്ട് തന്നെ ശക്തമായ മൂടൽമഞ്ഞിനും കാഴ്ചപരിധി കുറയുന്നതിനുമൊക്കെ കാരണമാകും. അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. റോഡിലെ കാഴ്ചപരിധി കുറയുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ വേഗത കുറയ്ക്കണമെന്നും ഓരോ വാഹനങ്ങൾ തമ്മിലും കൃത്യമായ അകലം പാലിക്കണമെന്നും ട്രാഫിക് പോലീസും നിർദ്ദേശിച്ചിട്ടുണ്ട്. യുഎഇയുടെ വടക്കു പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് ശക്തമായ കാറ്റ് വീശാനാണ് സാധ്യത. മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും. ഇത് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉയരാനും കാഴ്ച മങ്ങിക്കാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്. വിനോദസഞ്ചാരത്തിനായി തീരദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ്. കടൽ യാത്ര നടത്തുന്നവരും കടൽ തീരങ്ങളിൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരും ഒക്കെ സൂക്ഷിക്കണം. അറേബ്യൻ ഗൾഫിൽ കടൽ ഇടയ്ക്കിടെ പ്രക്ഷുബ്ധമാകാനും സാധ്യത പറയുന്നുണ്ട്. എന്നാൽ ഒമാൻ കടൽ താരതമ്യേന ശാന്തമായിരിക്കുമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. മൂടൽമഞ്ഞുള്ളതിനാൽ പുലർച്ചെ യാത്ര ചെയ്യുന്നവർ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. മഴ സമയത്ത് വാഹനങ്ങൾക്കിടയിൽ കൃത്യമായ അകലം പാലിക്കേണ്ടതാണ്. പോലീസിന്റെ വേഗതാ നിർദ്ദേശമുണ്ടെങ്കിൽ അതും പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ കാറ്റ് അനുഭവപ്പെടുമ്പോൾ മരങ്ങൾക്കോ സൈൻ ബോർഡുകൾക്കോ താഴെ നിൽക്കാതെയും വാഹനം പാർക്ക് ചെയ്യാതെയും ഇരിക്കുക. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള കാലാവസ്ഥാ വിവരങ്ങൾ കൃത്യമായി നോക്കി മനസ്സിലാക്കി വെച്ച് വേണം ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോവാൻ. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അഭിമുഖീകരിച്ച് സുരക്ഷിതരായിരിക്കുക.